കാറ്റത്ത് കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാവിലെ നികേഷും നിധിയും ഹാളിലിരുന്ന് ചായ കുടിക്കുമ്പോഴാണ് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വന്ന് നിധിക്ക് ലഞ്ചിന് വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയാൽ ഓക്കെ ആണോന്ന് ചോദിക്കുന്നത്. അവൾ ഓക്കെ ആണെന്ന് പറയുമ്പോഴേക്കും ഹരീഷും എഴുന്നേറ്റ് വന്ന് മുഖം കഴുകാനായി പോവുകയാ. അവൻ ഫ്രഷായി വരുമ്പോഴേക്കും അവന് ചായ കൊണ്ടുകൊടുത്ത് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോഴാണ് സുധീഷ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത്. അവൻ നിധിയുടെ മുഖത്തേക്ക് നോക്കുമ്പോഴേക്കും അവൾ അവനെ കണ്ട് മുഖം തിരിക്കുകയാ. സുഭാഷും കൂട്ടരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് സുധീഷ് മുഖം കഴുകി അങ്ങോട്ട് വന്നിരിക്കുക. അവന്റെ ടെൻഷനോടെയുള്ള ഇരിപ്പ് കണ്ട് സുഭാഷ് ചേട്ടൻ അവന്റെ അരികിലേക്ക് ചെന്ന് എന്തെങ്കിലും അസുഖമുണ്ടോ, ആകെ ഡള്ളായിരിക്കുന്നല്ലോ എന്ന് ചോദിക്കുക. ഒന്നുമില്ലെന്നവൻ പറയുന്നുണ്ടെങ്കിലും പനിയുണ്ടോ അതോ തലവേദനയാണെന്നൊക്കെ സുഭാഷ് ചേട്ടൻ വീണ്ടും ചോദിക്കുക. വീണ്ടും ഒന്നുമില്ലെന്നവൻ പറഞ്ഞൊഴിയാൻ നോക്കുമ്പോഴേക്കും താൻ ചായ എടുത്തു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സുഭാഷ് ചേട്ടൻ പോവാനായി തുടങ്ങുന്നുണ്ടെങ്കിലും തനിക്ക് ചായ വേണ്ടെന്ന് സുധീഷ് പറയേ. സുഭാഷ് അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് നിൽപ്പാ. അവനെ ഒരു നിമിഷം ശ്രദ്ധിച്ച് നികേഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഏടത്തി ഇന്നലെ സുധീഷ് ചേട്ടനെ പുറകിലിരുത്തി ബീച്ച് വരെ സ്കൂട്ടി ഓടിച്ചോ എന്ന് ചോദിക്കേ ഊവെന്ന് നിധിയും. അത് കേട്ട് നികേഷും ഏടത്തി വണ്ടി ഓടിക്കാൻ പഠിച്ചല്ലോ, സൂപ്പർ, ഇനി വണ്ടി ഓടിക്കാൻ പേടി വേണ്ടല്ലോ എന്ന് പറയേ. ഇപ്പൊ വണ്ടി ഓടിക്കാൻ പഠിച്ചല്ലോ, ഇനി ഓഫീസിലേക്ക് വണ്ടി എടുത്ത് പോയിക്കൂടെ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതിന് ലൈസൻസ് ഇല്ലല്ലോ എന്ന് നിധി പറയേ. അത് സുധീഷ് റെഡിയാക്കാമെന്ന് പറഞ്ഞതാണല്ലോ, അവൻ നോക്കിക്കോളുമെന്ന് സുഭാഷ് ചേട്ടനും പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് സുധീഷിനോടായി ആ ലൈസൻസിന്റെ കാര്യമൊന്ന് നോക്കണമെന്ന് പറയുകയാണ്. ശരി, ഞാൻ നോക്കിക്കോളാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധി ദേഷ്യത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോയി തന്റെ റൂമിൽ കയറി ഡോർ അടയ്ക്കുകയാണ്. അവളുടെ ദേഷ്യത്തോടെയുള്ള ആ പോക്കും സുധീഷിന്റെ ടെൻഷനോടെയുള്ള ഇരിപ്പും ശ്രദ്ധിച്ച് ഹരീഷും ചോദിക്കുന്നുണ്ട്, രണ്ടുപേരും തമ്മിൽ വഴക്കാണോ എന്ന്. ഞാനും അതാ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടോ എന്ന് സുഭാഷ് ചേട്ടനും ചോദിക്കുക. വഴക്കൊന്നുമില്ലെന്ന് സുധീഷ് പറയേ. പിന്നെന്താ വന്നത് മുതൽ രണ്ടുപേരും മിണ്ടുന്നില്ലല്ലോ എന്ന് സുഭാഷ് ചേട്ടൻ വീണ്ടും ചോദിക്കുക. താൻ വേറൊരു കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു, വഴക്കൊന്നുമില്ലെന്ന് സുധീഷും പറയുക. പിന്നീട് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും അവനെ ശ്രദ്ധിച്ച് എന്തോ പ്രശ്നമുണ്ടെന്ന് നികേഷും പറയുകയാണ്. സുധീഷ് അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് നിധി റൂമിൽ നിന്ന് അലക്കാനുള്ള ഡ്രസ്സുമായി വന്ന് പുറത്തേക്ക് പോവാൻ ഒരുങ്ങുന്നത്. സുഭാഷ് അവളെ വിളിച്ചു നിർത്തി അവളും സുധീഷും തമ്മിൽ വഴക്കിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അടുക്കളയിൽ നിൽക്കുന്ന സുധീഷും അവളുടെ മറുപടിക്കായി ചെവിയോർത്ത് നിൽപ്പാ. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും നികേഷും ചോദിക്കുന്നുണ്ട്, ഇന്നലെ രാത്രി ബീച്ചിൽ പോയി വന്നത് മുതൽ നിങ്ങൾ തമ്മിലൊന്നും മിണ്ടുന്നില്ലല്ലോ, അതാ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നതെന്ന്. മിണ്ടാതിരിക്കാൻ എന്താ, ഇപ്പോഴല്ലേ എല്ലാവരും എഴുന്നേറ്റത്, വഴക്കൊന്നും ഉണ്ടായില്ല, ചുമ്മാ പോയി കുറച്ചു നേരം സംസാരിച്ചു തിരികെ വന്നു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിധി അലക്കാനായി പോവുകയാണ്. പിന്നീട് സുധീഷ് നിധി തുണി കഴുകുന്നിടത്തൊക്കെ ചെല്ലുമ്പോഴേക്കും അവൾ സുധീഷിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി അകത്തേക്ക് പോവാനായി തുടങ്ങുകയാ. അവൻ അവളെ വിളിച്ച് നിധി ഒരു മിനിറ്റ്, ഞാൻ അകത്ത് വെച്ചെങ്കിലും തെറ്റായി പറഞ്ഞോ എന്ന് ചോദിക്കേ. നിധിയും ദേഷ്യത്തോടെ അഭിനയിക്കാതെ ഇപ്പോഴെന്താ വീട്ടിൽ ആരോടും സംസാരിക്കാതെ ഒതുങ്ങിയിരിക്കുന്നത് എന്നവൾ ചോദിക്കേ. എനിക്കതിന് പറ്റുന്നില്ല നിധി, എന്നെ കൊണ്ട് അവിടെ ഇരിക്കാനേ തോന്നുന്നില്ല എന്ന് സുധീഷും. എന്താ കാരണം, നിങ്ങൾ ചെയ്ത ചതിയെല്ലാം ഞാൻ വീട്ടിൽ പറയുമെന്ന് പേടിച്ചിട്ടാണോ? ഞാൻ അതൊന്നും പറയാൻ പോകുന്നില്ല. നിങ്ങളൊരു ചതിയിലൂടെയാണ് എന്നെ കല്യാണം കഴിച്ചതെന്ന് സുഭാഷ് ചേട്ടൻ അറിഞ്ഞാൽ സുഭാഷ് ചേട്ടൻ വല്ലാതെ വിഷമിക്കും. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ നികേഷിനും ഹരീഷും നാണക്കേടാവും. ഇക്കാര്യം പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളും ഈ കാര്യം ആരോടും പറയരുത്. സത്യം മറച്ചു വെക്കുന്നത് നിങ്ങൾക്കൊരു പുതിയ കാര്യമല്ലല്ലോ എന്ന് നിധി പറയുന്നത് കേൾക്കെ സുധീഷും വിഷമത്തോടെ അവളെ നോക്കുകയാ. എന്താ നോക്കുന്നത്, നിങ്ങൾ അറിയാതെ ചെയ്ത തെറ്റല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ എന്നവൾ ചോദിക്കെ. സുധീഷും പറയുന്നുണ്ട്, ദയവ് ചെയ്ത് എന്നെ ഒന്ന് മനസ്സിലാക്കുന്നിധി. സത്യമായും എനിക്കൊന്ന് ആധാർ കാർഡ് കൊടുത്തത് ഓർമ്മയേ ഇല്ല. അന്ന് തക്കലയിൽ വെച്ച് കോപ്പി എടുക്കാനായി നിധിയുടെ ആധാർ കാർഡിന്റെ ഫോട്ടോ മൊബൈലിൽ എടുത്തിരുന്നില്ലേ? പോലീസ് സ്റ്റേഷനിൽ അന്ന് ആധാർ കാർഡ് ചോദിച്ചപ്പോ എടുത്തു കൊടുത്തത് എനിക്ക് ഓർമ്മയേ ഇല്ലായിരുന്നു. എന്നെ വിശ്വസിക്കുന്നിധി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിധിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുമായിരുന്നോ? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഹലോ മതി, നിങ്ങൾ എന്നോട് ചെയ്ത ചതി ഞാൻ വീട്ടിൽ പറയില്ലെന്നാ പറഞ്ഞത്. എന്നുവെച്ച് നിങ്ങൾ പറയുന്ന കള്ളങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുമെന്ന് കരുതരുത്. ഇപ്പൊ ഞാൻ ഇയാളോട് സംസാരിക്കുന്നു എന്ന് കരുതി ഇനിയും കള്ളങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാമെന്ന് കരുതണ്ട. വീട്ടിലുള്ളവർ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞവനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിധി അകത്തേക്ക് കയറി പോവാൻ തുടങ്ങുമ്പോഴേക്കും നിധി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും വിളിച്ചു നിർത്തുകയാ. നിധിക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം, ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് പോയിക്കോളാം, അതൊന്ന് കേട്ടൂടെ? നിധിക്ക് ലൈസൻസ് എടുത്തില്ലല്ലോ, ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ വീടിന്റെ അഡ്രസ്സിൽ ഒരു പ്രൂഫ് വേണം, അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിധിക്ക് ഉടനെ തന്നെ ലൈസൻസ് എടുക്കാം എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും ദേഷ്യത്തോടെ പ്രൂഫ് എടുക്കാമെന്ന് പറഞ്ഞ് ഇനിയും എന്തെങ്കിലും ചതി ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കേ. ഇല്ല നിധി, നിധിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അതെല്ലാം ഞാൻ നോക്കിക്കോളാം.
നിധിക്ക് ലൈസൻസ് കിട്ടും ഉറപ്പെന്ന് പറഞ്ഞ് സുധീഷ് അകത്തേക്ക് കയറി പോവാനായി തുടങ്ങുകയാ. നിധി ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും അവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് സുധീഷും അകത്തേക്ക് കയറി പോവുകയാ. പിന്നീട് നിധി ഓഫീസിൽ പോവാൻ റെഡിയാവുമ്പോഴേക്കും അങ്ങോട്ട് വരുന്ന നികേഷും എന്താ എടുത്തി ഓഫീസിൽ പോവാൻ ലേറ്റ് ആയതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ നികേഷേ, ഇന്ന് ഓഫീസിൽ എല്ലാവരും മീറ്റിങ്ങിനായി പുറത്തു പോയിരിക്കുക. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നാലും അവിടെ ആരും ഉണ്ടാവില്ല, അതുകൊണ്ടാ ലേറ്റ് ആയി പോവാൻ തീരുമാനിച്ചത് എന്നവൾ പറയുമ്പോഴാണ് പോസ്റ്റ് എന്ന് പുറത്തുനിന്ന് പോസ്റ്റ്മാൻ വിളിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് പോസ്റ്റോ? ആർക്ക് എന്ന് അമ്പരപ്പോടെ ചോദിച്ച് നികേഷ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാ. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും പോസ്റ്റ്മാൻ പറയുന്നുണ്ട്, നിധിയുടെ പേരിൽ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. നിധിയുണ്ടോ? ഉണ്ടെങ്കിൽ വിളിക്കെന്ന് പറയേ. ഏട്ടത്തിക്ക് ലെറ്ററോ എന്ന് സംശയത്തോടെ പറഞ്ഞ് ഏടത്തിന്ന് നീട്ടി വിളിക്കുക നികേഷ്. നിധി ഇറങ്ങിച്ചെന്ന് എന്താ നികേഷ് എന്ന് ചോദിക്കേ. ഏടത്തിക്ക് ഒരു ലെറ്റർ എന്നവൻ പറയേ. അമ്പരപ്പോടെ എനിക്കോ എന്ന് പറഞ്ഞവൾ നിൽക്കുമ്പോഴേക്കും അവളോട് സൈൻ ചെയ്യാനായി പറയുന്നുണ്ട് പോസ്റ്റ്മാനും. അവൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് ആ ലെറ്റർ അവൾക്ക് കൊടുക്കുമ്പോഴേക്കും സുധീഷും അങ്ങോട്ട് വരികയാ. പോസ്റ്റ്മാൻ പോയി കഴിയുമ്പോഴേക്കും എന്താ അത് ഏട്ടത്തിയെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് അവൾ പറയേ. തുറന്നു നോക്കുന്ന നികേഷും അവൾ അത് ഓപ്പൺ ചെയ്യുന്നത് നോക്കി ടെൻഷനോടെ നിൽപ്പാ സുധീഷും. അത് തുറന്നു നോക്കി നിധിയും അമ്പരപ്പോടെ പറയുന്നുണ്ട്, ആധാർ കാർഡ്. ഏടത്തി ആധാർ കാർഡിന് അപ്ലൈ ചെയ്തിരുന്നു എന്ന് നികേഷ് ചോദിക്കേ. ഇല്ല നികേഷേ, ആധാർ കാർഡ് ഞാൻ എന്റെ വീട്ടിൽ പോയപ്പോ എടുത്തിരുന്നല്ലോ എന്ന് നിധിയും. പിന്നെങ്ങനെ ആധാർ കാർഡ് വന്നു എന്ന് നികേഷ് ചോദിക്കേ. അവൾ വീണ്ടും ആ കാർഡ് ശ്രദ്ധിച്ചുകൊണ്ട് ആധാർ കാർഡിൽ ഈ വീട്ടിലെ അഡ്രസ് ആണല്ലോ, ഈ അഡ്രസ്സിലേക്ക് ഞാൻ എന്റെ ആധാർ കാർഡ് മാറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ സംശയത്തോടെ പറയേ. എഴുതി മാറ്റാതെ പിന്നെ ആധാർ കാർഡിൽ എങ്ങനെ അഡ്രസ്സ് മാറുമെന്ന് നികേഷും ചോദിക്കുക. ഞാൻ അങ്ങനെ അഡ്രസ്സ് മാറ്റിയിട്ടില്ല നികേഷേ എന്ന് പറഞ്ഞ് നിധി സംശയത്തോടെ ആലോചിക്കുമ്പോഴാണ് അവര് ശ്രദ്ധിച്ചു നിൽക്കുന്ന സുധീഷിനെ കാണുന്നത്. നിങ്ങളാണോ ഇത് ചെയ്തതെന്ന് നിധി ചോദിക്കെ. അതെ നിധി, ലൈസൻസ് കിട്ടണമെങ്കിൽ ഈ വീട്ട് അഡ്രസ്സിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം, അതുകൊണ്ടാണ് ഈ ആധാർ അഡ്രസ്സ് മാറ്റിയതെന്ന് സുധീഷും പറയുന്നുണ്ട്. എങ്ങനെ നിങ്ങൾ മാറ്റിയെന്ന് നിധി ചോദിക്കെ. അതെ സുധീഷേട്ടാ, സുധീഷേട്ടൻ എങ്ങനെയാ മാറ്റിയത്? ഏടത്തിക്ക് ഇവിടെ ഒരു ID പ്രൂഫും ഇല്ലല്ലോ എന്ന് ചോദിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ആധാർ കാർഡ് വാങ്ങി നോക്കുകയാ നികേഷ്. അവനത് വായിച്ചു നോക്കി. ഏടത്തിയുടെ പേരിൽ നിധി സുധീഷ് എന്നാണല്ലോ, വൈഫ് ഓഫ് സുധീഷ് എന്നും വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കെ നിധി ദേഷ്യത്തോടെ സുധീഷിനെ ഒന്ന് നോക്കി നികേഷിന്റെ കയ്യിൽ നിന്ന് ആ ആധാർ കാർഡ് വാങ്ങി നോക്കുകയാ. ടെൻഷനോടെ നിൽക്കുന്ന സുധീഷിനെ നോക്കി സുധീഷേട്ടൻ എന്തോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ എന്ന് നികേഷും മനസ്സിൽ പറയുകയാണ്. നിധി വീണ്ടും അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കേ. പ്ലീസ് നിധി, ദേഷ്യപ്പെടല്ലേ, ഒരു മിനിറ്റ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിധി ഈ അഡ്രസ്സിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രൂഫ് കാണിച്ചാലേ ലൈസൻസ് കിട്ടോ? എനിക്ക് ഈ വീട്ടഡ്രസ്സിൽ ഒരു ID പ്രൂഫ് ഉണ്ടല്ലോ, അത് വെച്ച് എന്റെ പേര് അതിൽ ചേർത്ത് നിധിയുടെ ID പ്രൂഫ് റെഡിയാക്കി. ഇനി നിധിക്ക് ലൈസൻസ് കിട്ടാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇയാൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇത് ചെയ്തത്. ലൈസൻസ് കയ്യിൽ കിട്ടിയതിനു ശേഷം എന്റെ പേര് മാറ്റി നിധിയുടെ അച്ഛന്റെ പേര് ചേർത്തോളൂ, അഡ്രസ്സും തക്കലയിലെ അഡ്രസ്സിലേക്ക് മാറ്റിക്കോളൂ. അങ്ങനെയല്ലെങ്കിൽ കുറച്ചു നാൾ കഴിഞ്ഞാൽ ഡിവോഴ്സ് കിട്ടുമല്ലോ. ആ പേപ്പറും വെച്ച് വൈഫ് ഓഫ് സുധീഷ് എന്നതും എന്റെ പേരും മാറ്റിയേക്ക്. അഡ്രസ് പ്രൂഫ് ഇല്ലാതെ ലൈസൻസ് കിട്ടില്ല, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അല്ലാതെ നിധിയുടെ പേര് മാറ്റിയിട്ട് എനിക്ക് എന്താ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കെന്ന് സുധീഷ് പറയേ. നിധി ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയാ. അവൾ പോയി കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നോക്കി ആശ്വാസത്തോടെ പോയോ എന്ന് പറഞ്ഞൊരു നെടുവീർപ്പിട്ട് പാട്ടും പാടി ഡാൻസ് കളിച്ച് സുധീഷിനെ ചേർത്ത് പിടിച്ച് എങ്ങനെയുണ്ട് നികേഷേ നിധി സുധീഷ് എന്ന് സന്തോഷത്തോടെ പറയേ. അപ്പോ സുധീഷ് ഏട്ടൻ ഇതെല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണോ എന്ന് നികേഷും ചോദിക്കുക. പിന്നെ അല്ലാതെ എല്ലാം ഈ സുധീഷിന്റെ പ്ലാൻ ആടാ. അവൾ വീട്ടിൽ നിന്ന് ആധാർ കാർഡ് എടുത്തു കൊണ്ടുവന്നപ്പോഴേ ഇതെല്ലാം ചെയ്യാനായി തുടങ്ങി എന്നവൻ പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ എങ്ങനെ സുധീഷേട്ടാ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ചിരിയോടെ ഓർത്തെടുത്ത് സുധീഷും ആ കാര്യങ്ങളെല്ലാം നികേഷിനോട് പറയുകയാ. ഹരീഷിന്റെ ഷോപ്പിൽ ചെന്നിരുന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിധിയുടെ ആധാർ കാർഡ് മാറ്റാൻ ഒരുങ്ങുകയാ സുധീഷ്. അവനെ ശ്രദ്ധിക്കുന്ന ഹരീഷും ചോദിക്കുന്നുണ്ട്, സുധീഷേട്ടാ വന്നത് മുതൽ ഫോണും തോണ്ടി ഇരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണല്ലോ, ഇന്ന് എന്തു പറ്റി എന്ന് ചോദിക്കേ. അതൊന്നുമില്ലടാ, നിധിയുടെ ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. അതിന് ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യുക എന്ന് ഹരീഷ് ചോദിക്കേ. അതൊക്കെ ഇപ്പോ ഫോണിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് സുധീഷ് പറയേ. എന്തിനാ ഇപ്പോ ആധാർ കാർഡിലെ അഡ്രസ് എല്ലാം മാറ്റുന്നെന്ന് ഹരീഷും ചോദിക്കുക. അവൾക്ക് ലൈസൻസ് കിട്ടണ്ടേ, തക്കലയിലെ അഡ്രസ്സും വെച്ച് ലൈസൻസ് വാങ്ങുന്നത് കുറച്ച് പ്രയാസമാണ്, അതുകൊണ്ട് അവളുടെ വീട്ടഡ്രസ്സ് മാറ്റി നമ്മുടെ വീട്ടിലെ അഡ്രസ്സ് ചേർക്കുക എന്ന് സുധീഷ് പറയേ. ഏട്ടത്തി അറിയാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. എന്താ ചെയ്യാൻ പറ്റാത്തത്? ഞാനല്ലേ അവളുടെ ഹസ്ബൻഡ്, എന്റെ ആധാർ നമ്പർ കൊടുത്ത് അവളുടെ ആധാറിലെ അഡ്രസ്സും മാറ്റാം, സിമ്പിൾ ആണെന്ന് ഹരീഷ് പറയേ. ഇതെല്ലാം ഏട്ടത്തിക്ക് അറിയാമോ എന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ അറിയില്ല, പക്ഷേ ഉടനെ അറിയും. അപ്പൊ അറിഞ്ഞാലും എന്താടാ എന്ന് സുധീഷ് ചോദിക്കേ. സുധീഷ് ഏട്ടൻ സ്വന്തം ഇഷ്ടത്തിന് ഇതൊക്കെ ചെയ്യുമ്പോ ഏട്ടത്തിക്ക് ഇഷ്ടമാവുമോ എന്ന് ഹരീഷ് ചോദിക്കേ. അവള് ചിലപ്പോ എന്നെ ഹസ്ബൻഡായി കാണുന്നുണ്ടാവില്ല, ചിലപ്പോ സഹായം ചെയ്യുന്ന ഒരാളെന്ന് കരുതിയേക്കാം,
പക്ഷേ നിയമപരമായി ഞാൻ തന്നെയാണല്ലോ അവളുടെ ഭർത്താവ്. അതുകൊണ്ടാണ് കെയർ ഓഫ് രാജീവ് ശങ്കർ എന്നത് മാറ്റിയിട്ട് വൈഫ് ഓഫ് സുധീഷ് എന്നാക്കിയത് എന്ന് സുധീഷ് പറയുന്നുണ്ട്. സുധീഷ് ഏട്ടൻ ലൈസൻസിന് വേണ്ടി മാത്രമാണ് അഡ്രസ്സ് മാറ്റിയതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഹരീഷ് സംശയത്തോടെ പറയേ. അത് മാത്രമല്ല, അവളെന്റെ വൈഫാണെന്നുള്ളതിന് വേറെന്തെങ്കിലും ഒരു പ്രൂഫ് കൂടി വേണ്ടേ? ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് മാത്രമേ ഉള്ളൂ, ഇതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് എന്ന് സുധീഷ് പറയേ. സുധീഷ് ഏട്ടന് കള്ളത്തരമെല്ലാം നന്നായിട്ട് അറിയാമല്ലോ എന്ന് ഹരീഷും. പിന്നല്ലാതെ, അവൾ എന്നെ വിട്ട് ഒരടി പിന്നോട്ട് പോയാൽ ഞാൻ 2 അടി മുന്നോട്ട് വെക്കും. ഞാൻ അവളെ വിട്ട് അകലുകയുമില്ല, പിരിയുകയുമില്ല. നടക്കട്ടെ. നിങ്ങൾ ചെയ്യുന്നത് മൊത്തം ചതിയാണല്ലോ എന്ന് ഹരീഷ് പറയേ. ഒരു നല്ലതിനു വേണ്ടി 4 കള്ളങ്ങൾ പറയുന്നത് തെറ്റൊന്നുമല്ല എന്ന് സുധീഷും പറയുകയാ. ആര് പറഞ്ഞു എന്ന് ഹരീഷ് ചോദിക്കേ. വേറെ ആര് പറയാൻ, ഈ സുധീഷ് തന്നെ എന്ന് അന്ന് നടന്നതെല്ലാം സുധീഷ് ഏട്ടൻ പറയുന്നത് അന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽപ്പാ നികേഷും. ഇനി എന്റെ പേര് ആധാർ കാർഡിൽ നിന്ന് മാറ്റാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പേര് മാറ്റാനുള്ള ബുദ്ധിമുട്ട് ആലോചിച്ച് എന്റെ കൂടെ തന്നെ ജീവിക്കാമെന്ന് അവൾക്ക് തോന്നും എന്ന് സുധീഷ് ഏട്ടൻ പറയുന്നത് കേൾക്കെ നികേഷും നീട്ടി തുപ്പുകയാ. എന്താടാ നീ തുപ്പിയതെന്ന് സുധീഷ് ചോദിക്കേ. പിന്നല്ലാതെ സുധീഷ് ഏട്ടാ, സുധീഷ് ഏട്ടന്റെ കൂടെ ജീവിക്കണമെന്ന് ഏട്ടത്തിക്ക് തോന്നണം. ആധാർ കാർഡിൽ നിന്ന് പേര് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെന്ന് വെച്ച് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും ആരെങ്കിലും? എന്തൊക്കെയാ സുധീഷ് ഏട്ടി പറയുന്നതെന്ന് നികേഷ് ചോദിക്കുന്നുണ്ട്. എനിക്കും അവൾ എന്നെ ഇഷ്ടപ്പെടണം. ഞാനിങ്ങനെ ഓരോ കോമാളിത്തരം കാണിച്ചു കൂട്ടുന്നതെല്ലാം അവൾ തന്നെ ഇതെല്ലാം ചെയ്യണമെന്ന് തോന്നലുകൊണ്ടാ. പക്ഷെ അതെല്ലാം നടക്കണമെങ്കിൽ ആദ്യം ഇത് തന്നെ ചെയ്യണം. നീ എന്നെ പറ്റിയും ആലോചിക്കേ. ഞാൻ നിന്റെ ചേട്ടനല്ലേ. അറ്റ്ലീസ്റ്റ് ആധാർ കാർഡിലെങ്കിലും ഞാൻ അവളുടെ ഭർത്താവായിരിക്കട്ടെ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് നികേഷും. സുധീഷ് വീണ്ടും സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇനി ഓഫീസിൽ ആരെങ്കിലും അവളോട് ആധാർ കാർഡ് ചോദിച്ചാൽ അവൾ അത് എടുത്തു കൊടുക്കും. അവർക്കപ്പോ ഞാനാണ് അവളുടെ ഹസ്ബൻഡ് എന്ന് മനസ്സിലാവും. ഓഫീസിലുള്ളവരെല്ലാം അതിനെക്കുറിച്ച് പറയും. പതിയെ പതിയെ അവൾക്കും എന്നോടൊരു ഇഷ്ടം തോന്നും. ലവ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണടാ എന്ന് സുധീഷ് പറയേ. അവന്റെ കൈ പിടിച്ചെടുത്തുകൊണ്ട് സുധീഷ് ഏട്ടൻ മാറില്ല, ഒരിക്കലും മാറില്ല എന്ന് നികേഷും പറയുക. ഞാൻ മാറിയിട്ട് എനിക്ക് നിങ്ങൾ അവാർഡൊന്നും തരില്ലല്ലോ, പോയി പഠിക്കാൻ നോക്കടാ എന്ന് പറഞ്ഞ് സുധീഷ് അവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. അവൻ പോയി കഴിയുമ്പോഴേക്കും നിധി സുധീഷ്, സുധീഷ് നിധി, വൈഫ് ഓഫ് സുധീഷ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽപ്പാ സുധീഷും. പിന്നീട് സുധീഷ് ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നിധിയെയും കൂട്ടി തോമസ് ചേട്ടന്റെ അരികിലെത്തുന്നുണ്ട്. സുധീഷ് നിധിയെ തോമസ് ചേട്ടന് പരിചയപ്പെടുത്തുമ്പോഴേക്കും തോമസ് ചേട്ടനും പറയുന്നുണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിധിയോട് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. സുധീഷിനെ പോലീസ് തല്ലി ചതച്ചത് കണ്ട് വിഷമത്തിൽ ഇരിക്കുകയായിരുന്നല്ലോ എന്ന് തോമസ് ഏട്ടൻ പറയുന്നത് കേൾക്കെ ഈ തോമസ് ഏട്ടൻ കാര്യം അറിയാതെയാണല്ലോ ഓരോന്ന് പറയുന്നതെന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു ഭാര്യയായിരുന്നാൽ അങ്ങനെ തന്നെ വേണം. ഭർത്താവിന് എന്തെങ്കിലും പറ്റുന്നത് സഹിക്കാൻ പറ്റില്ല എന്ന് തോമസ് ഏട്ടൻ പറയേ. ദേഷ്യത്തോടെ സുധീഷിനെ നോക്കുകയാ നിധി. സുധീഷും പരിഭ്രമത്തോടെ മനസ്സിൽ പറയുന്നുണ്ട് ആ നോട്ടം അത്ര ശരിയല്ലല്ലോ. തോമസ് ഏട്ടൻ വീണ്ടും പറയുന്നുണ്ട് എന്റെ ഭാര്യയും അങ്ങനെ തന്നെയാ. എനിക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാ ഭയങ്കര വിഷമമാ. അത്രയ്ക്ക് സ്നേഹമാ എന്നോട്. നിധിക്ക് സുധീഷിനോടുള്ള ഇഷ്ടം പോലെ എന്ന് തോമസ് ചേട്ടൻ പറയേ. നിധി വീണ്ടും ദേഷ്യത്തോടെ സുധീഷിനെ ഒന്ന് നോക്കുകയാ. ശരി തോമസ് ഏട്ടാ, നമുക്ക് വന്ന വിഷയം സംസാരിക്കാമെന്ന് സുധീഷും തോമസ് ഏട്ടനോടായി പറയുക. അത് വേറൊന്നുമല്ല, നിധിക്ക് ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്ന് സുധീഷ് പറയേ. അതിനെന്താ, അപ്ലൈ ചെയ്യാലോ എന്ന് തോമസ് ഏട്ടൻ. മോളെ നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയാമോ എന്ന് തോമസ് ഏട്ടൻ നിധിയോടായി ചോദിക്കേ. നിധി സൂപ്പറായി ഓടിക്കും. ഞാൻ തോമസ് ഏട്ടനോട് എല്ലാം പറഞ്ഞതല്ലേ, വീണ്ടും വീണ്ടും ചോദിക്കുന്നത് എന്തിനാന്ന് സുധീഷും ചോദിക്കും. എന്നാലും ഞാനൊരു വാക്ക് ചോദിക്കണ്ടേ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. നിധി നന്നായി വണ്ടി ഓടിക്കും, എന്നെ പുറകിലിരുത്തിയും ഓടിക്കാറുണ്ട് എന്ന് സുധീഷ് പറയേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഒരു ഫോം എടുത്തു കൊടുത്ത് അത് ഫിൽ ചെയ്ത് സൈൻ ചെയ്യാനായി പറഞ്ഞ് നിധിയുടെ നേരെ നീട്ടുമ്പോഴേക്കും ഇങ്ങോട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് അത് വാങ്ങിക്കുക. അവനത് വാങ്ങി നിധിയോടായി. നിധി, എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ശരിയല്ല, നീ തന്നെ ഫില്ല് ചെയ്തോളൂ എന്ന് പറയേ. അവന് ദേഷ്യത്തോടെ ഒന്ന് നോക്കി നിധി അത് വാങ്ങി ഫിൽ ചെയ്യുകയാ. ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് നിധിയും ചോദിക്കുന്നുണ്ട് എത്ര ദിവസം കൊണ്ട് ലൈസൻസ് കിട്ടുമെന്ന്. ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ലേണേഴ്സ് ടെസ്റ്റിന് വിളിക്കും. പിന്നെ RTO ഓഫീസറുടെ മുന്നിൽ എട്ടിട്ട് കാണിച്ച് നന്നായി ഓടിക്കണം. ലൈസൻസ് ഉടനെ കിട്ടാം. നോക്കുമോളെ, ലൈസൻസ് വാങ്ങി തരേണ്ടത് എന്റെ കടമയാ. അത് ഞാൻ നോക്കിക്കോളാം. ഞാൻ ആർക്കൊക്കെ ലൈസൻസ് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു, പിന്നെ മോൾക്ക് വാങ്ങിച്ചു തരാതിരിക്കോ? മോൾ ആരാ? സുധീഷിന്റെ ഭാര്യ എന്നൊക്കെ തോമസ് ഏട്ടൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്ന നിധിയെ ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കും തോമസ് ഏട്ടാ എന്ന് സുധീഷും. എന്താ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കേ. ഒന്നുമില്ല തോമസ് ഏട്ടാ, അത് റെഡിയാക്കുന്ന സുധീഷും. ഈ ഫോമിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കണം, ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നിധി തന്റെ ബാഗിൽ ഫോട്ടോ തിരയുകയാ. ഫോം അവളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴേക്കും തോമസ് ഏട്ടന് ഒരു കോൾ വരുന്നുണ്ട്. 1 മിനിറ്റ്, കോൾ അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് തോമസ് ഏട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. നിധി ഫോട്ടോ എടുത്ത് ഗമ്മ തിരയുമ്പോഴേക്കും സുധീഷ് അത് ശ്രദ്ധിച്ച് ഗം അപ്പുറത്താണ് ഇരിക്കുന്നത്. ഞാൻ ഫോട്ടോ ഒട്ടിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് ഫോമും ഫോട്ടോയും വാങ്ങി പോവുകയാണ്. അവൻ ഫോട്ടോ ഒട്ടിക്കാനായി തുടങ്ങുമ്പോഴേക്കും
അവളുടെ ഒരു ഫോട്ടോ തന്റെ പോക്കറ്റിലേക്കും ഇടുന്നുണ്ട്. സുധീഷ് അത് തിരികെ നിധിക്ക് കൊണ്ടു കൊടുക്കുമ്പോഴേക്കും അവൾ അത് വാങ്ങി ആ ഫോമെല്ലാം ഒന്ന് നോക്കി ബാക്കിയുള്ള ഫോട്ടോസും തന്റെ ബാഗിലേക്ക് ഇടുകയാണ്. അത് കണ്ട് ഫോട്ടോ എടുത്തത് നിധി അറിഞ്ഞിട്ടില്ലെന്ന ആശ്വാസത്തോടെ സുധീഷും അവളോടായി പറയുന്നുണ്ട്. നിധി, ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. ആധാർ കാർഡിന്റെ കാര്യം സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. ഞാനപ്പോ നല്ല ടെൻഷനിലായിരുന്നു. അപ്പോഴാണ് അവർ എന്നോട് ആധാർ കാർഡ് ചോദിച്ചത്. ഞാൻ ആ സമയത്ത് കൊടുത്തത് തന്നെ എനിക്ക് ഓർമ്മയില്ല. നിധിയുടെ ആധാർ കാർഡ് എന്റെ ഫോണിൽ ഉണ്ടായിരുന്നത് പോലും എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ടെൻഷനിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൊടുത്തു പോയതാ എന്നൊക്കെ സുധീഷ് വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടാതിരിക്കോ എന്ന് നിധിയും ദേഷ്യത്തോടെ പറയുകയാണ്. ശരി നിധി, എന്നാലും ഞാൻ അറിയാതാണ് തെറ്റ് ചെയ്തതെങ്കിലും എന്നോട് ക്ഷമിക്കണേ എന്ന് സുധീഷ് പറയേ. അറിഞ്ഞു ചെയ്ത തെറ്റ് ക്ഷമിക്കാനാവില്ലെന്ന് നിധി. ശരി, അപ്പോ അറിയാതെ ചെയ്തതാണെന്ന് വെച്ച് ഒന്ന് ക്ഷമിച്ചേക്കെന്ന് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്. നിധി ദേഷ്യത്തോടെ ഒന്നും മിണ്ടാതിരിക്കുമ്പോഴേക്കും ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞു എന്ന് ചോദിച്ച് തോമസ് ഏട്ടൻ അങ്ങോട്ട് വരികയാണ്. കഴിഞ്ഞു നോക്കെന്ന് പറഞ്ഞ് തോമസ് ഏട്ടനെ ഫോം കൊടുക്കുകയാ സുധീഷും. അദ്ദേഹവും ആ ഫോം നോക്കിക്കൊണ്ട് ശരി, ഞാൻ സബ്മിറ്റ് ചെയ്തോളാം. എപ്പോഴാണ് RT ഓഫീസിൽ പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞോളാം. അപ്പോ നീ നിന്റെ വൈഫിനെയും കൊണ്ട് വന്നാൽ മതി എന്ന് തോമസ് ഏട്ടൻ പറയേ. തോമസ് ഏട്ടനോട് യാത്ര പറഞ്ഞിറങ്ങുകയാ നിധിയും സുധീഷും. പിന്നീട് ഒരു ഓട്ടോയിൽ ഓഫീസിലേക്ക് തിരിക്കുന്ന നിധിയും ടെൻഷനോടെ സുധീഷിന്റെ കള്ളത്തരങ്ങളെല്ലാം ഓർത്തെടുക്കുകയാ. നിധിയുടെ ആധാർ കാർഡ് സുധീഷ് തന്നത് വെച്ചാണ് രജിസ്റ്റർ ചെയ്തതെന്ന് ഗോപി സാർ പറഞ്ഞതും ID പ്രൂഫ് സ്റ്റേഷനിൽ വെച്ച് കൊടുത്തത് തനിക്ക് ഓർമ്മയില്ലെന്ന് സുധീഷ് പറഞ്ഞതും എനിക്ക് നിധിയെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നിധിയുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്റെ മനസ്സിൽ മുഴുവൻ നിധി മാത്രമേ ഉള്ളൂ എന്നൊക്കെ സുധീഷ് പറഞ്ഞതും സ്റ്റേഷനിൽ വെച്ച് അച്ഛൻ സുധീഷിനെ തല്ലി ചതച്ചതും സുധീഷ് തന്റെ കഴുത്തിൽ താലി കെട്ടിയതും അച്ഛൻ അസുഖമാണെന്നറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച സുധീഷിനെ ചേട്ടൻ തല്ലി ചതച്ചതും തന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സുധീഷ് നേടിത്തന്നതും തനിക്ക് വേണ്ടി സുധീഷ് ഒരു സ്കൂട്ടി വാങ്ങി തന്നതും അറിഞ്ഞുകൊണ്ട് താൻ തെറ്റ് ചെയ്താലും ക്ഷമിച്ചേക്കണമെന്ന് സുധീഷ് റിക്വസ്റ്റ് ചെയ്തതും എല്ലാം ഓർക്കെ നിധി ടെൻഷനോടെ യാത്ര ചെയ്യുകയാണ്. പിന്നീട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന നിധിയുടെ അരികിലേക്ക് ദിവ്യ വന്ന് നിധിയെ സിദ്ധാർത്ഥ സാറ് വിളിക്കുന്നുണ്ടെന്നും നല്ല ദേഷ്യത്തിലാണെന്നും വർക്ക് റിലേറ്റഡ് ആയിട്ട് സിദ്ധാർത്ഥ് സാർ ഇങ്ങനെ ദേഷ്യപ്പെടാറുള്ളൂവെന്നും നിധിയുടെ ഡിസൈനിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവുമെന്ന് ദിവ്യ പറയേ ടെൻഷനോടെ. ഡിസൈനിൽ തെറ്റുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് നിധിയും പറയുകയാണ്. ആണോ? എങ്കിലും സിദ്ധാർത്ഥ സാറ് നല്ല ദേഷ്യത്തിലാ. എന്താ കാര്യമെന്ന് നിധി തന്നെ പോയി നോക്ക് എന്ന് പറഞ്ഞ ദിവ്യ തന്റെ സീറ്റിലേക്ക് ഇരിക്കുമ്പോഴേക്കും നിധി സിദ്ധാർത്ഥ് സാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.